എന്റെ മോളുടെ സമ്പാദ്യം ദൂർത്തടിച്ച് ജീവിക്കാൻ നിനക്ക് നാണോ ഇല്ലേ? അവളുടെ പൈസക്ക് പുറത്ത് ആരെയോ കാണാൻ പോകുന്നു. പുറത്തു നടക്കുന്ന വഴക്ക് കേട്ട് അഭിനവിന്റെ ഭാര്യ അനന്യ പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്താ ഇവിടെ രാവിലെ തന്നെ വഴക്കുണ്ടാക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? എന്നോട് ചോദിക്കാതെ നീ നിന്റെ ഭർത്താവിനോട് ചോദിക്ക്. ഒരു പണിക്കും പോവാതെ നിന്റെ ഭർത്താവ് ഇവിടെ അടയിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. നീ ഇപ്പൊ തന്നെ അവൻ ഇവിടുന്ന് ഇറക്കി വിടണം. അഭിനവ്, നീ എവിടെ വേണമെങ്കിലും പോയിക്കോ, പക്ഷേ അമ്മ പറയുന്ന ജോലി നീ ചെയ്തിട്ട് പോ. അനന്യ, എനിക്കിപ്പോ നിൽക്കാൻ സമയമില്ല, നീ അത് മനസ്സിലാക്ക്. ഇത്രയും പറഞ്ഞുകൊണ്ട് അഭിനവ് അവിടെ നിന്ന് ഇറങ്ങി. അഭിനവ് ഒരു ഹൗസ് ഹസ്ബൻഡാണ്. അവന്റെ ഭാര്യ വീട്ടിലെ സകല ജോലിയും അവനായിരുന്നു ചെയ്തിരുന്നത്. അവനെ ഒരു വേലക്കാരനെ പോലെയായിരുന്നു അവന്റെ അമ്മായിയമ്മ കണ്ടിരുന്നത്. അവൻ തിരിച്ചു വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. ഈ തെരുവ് പട്ടിയെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ. അവനൊരു പാഠം പഠിച്ചില്ലെങ്കിൽ എന്റെ പേര് ഷർമിള എന്നല്ല. അഭിനവ് അവന്റെ അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? സ്റ്റോപ്പ്. എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ അകത്തേക്കാണ് പോകുന്നത്. എന്താണ് പ്രശ്നം? നിനക്ക് അകത്ത് പോകണമല്ലേ? അതിന് ഞാൻ നിന്നെ അകത്തേക്ക് കടത്തി വിടുമെന്ന് കരുതിയോ? എന്തുകൊണ്ട് എനിക്ക് അകത്തേക്ക് പോകാൻ കഴിയില്ല? ചീഫ് സെക്യൂരിറ്റി ഓഫീസർ തന്റെ വസ്ത്രം കണ്ടാണ് തന്നെ വിലയിരുത്തുന്നതെന്ന് അഭിനവിന് മനസ്സിലായി. ശ്രദ്ധിക്ക്, നിന്നെ പോലുള്ളവരെ എനിക്ക് നന്നായി അറിയാം. കൂടുതൽ കളിയാക്കാതെ ഇവിടെ നിന്ന് പോകൂ. നിങ്ങൾക്ക് എന്നെ എങ്ങനെ അറിയാം? നിങ്ങൾ എന്റെ വല്ല ബന്ധുവാണോ? ഞാൻ അകത്തേക്ക് പോകാൻ വന്നതാണെങ്കിൽ പിന്നെ എന്തിന് തിരികെ പോകണം? ഈ ഹോട്ടൽ നിന്റെ അച്ഛന്റെ ആണോ? പറ. ഇത് കേട്ടപ്പോൾ അഭിനവിന് ദേഷ്യം വന്നു. പക്ഷേ അവൻ ദേഷ്യത്തിൽ ഒന്നും ചെയ്തില്ല. ആളുകളുടെ ശ്രദ്ധ തന്നിലേക്ക് വരാതിരിക്കാൻ അവൻ ശാന്തനായി നിന്നു. അഭിനവ് 2 അടി പിന്നോട്ട് മാറി ഫോൺ എടുത്ത് വിക്രമനെ വിളിച്ചു. യെസ് ടൈഗർ, എവിടെ എത്തി? ഞാൻ ഹോട്ടലിന്റെ പ്രവേശന കവാടത്തിലുണ്ട്. വിക്രം, നമ്മുടെ ടേബിൾ നമ്പർ എത്രയാണ്? ടേബിൾ നമ്പറോ? ഹേയ്, ഞാൻ ഈ ഹോട്ടലിന്റെ ഉടമയാണ്. എനിക്ക് ടേബിൾ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നീ പോയി വിശ്രമിക്കൂ, ഞാൻ ഇപ്പൊ എത്തും. ഹേയ്, നോക്കൂ, നിന്റെ ഒരു വിലയുമില്ലാത്ത മുൻ കാമുകൻ ഇവിടെയുണ്ട്. വാ, അവനൊന്ന് ആക്കിയിട്ട് പോവാം. ഞാൻ അവൻ എന്റെ കാമുകനായിട്ട് ഒരിക്കലും കരുതിയിട്ടില്ല. എന്നെക്കാൾ താഴെയുള്ളവരുമായി ഞാൻ സംസാരിക്കാറ് പോലുമില്ല. അവരെ നോക്കാൻ പോലും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ എങ്ങനെ കാമുകനാക്കും? നിങ്ങൾക്കൊരു ചെറിയ മനുഷ്യനുമായി ബന്ധപ്പെടാൻ ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഈ ചെറിയ മനുഷ്യൻ നിങ്ങൾക്കൊരു ഉപദേശം തരാം. ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നത് അയാളുടെ വാക്കുകളിലൂടെയാണ്. നിങ്ങളുടെ നാവ് സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഒരു നാൾ ഈ നാവ് തന്നെ നിങ്ങളുടെ മരണത്തിന് കാരണമാകും. കൊള്ളാം, എന്തൊരു ഡയലോഗ്! എല്ലാവരും കൈയടിക്ക്. വളരെ നന്നായിരിക്കുന്നു. പിന്നെ നിനക്ക് നിന്റെ കാലുകൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല? നീ എങ്ങനെ നടന്ന് ഇവിടെ എത്തി? മദ്യപിച്ചിട്ടുണ്ടോ? എന്നെ ഇവിടേക്ക് വിളിച്ചതാണ്. ഓ അതെ, ഇപ്പോഴോർക്കുന്നു. വിക്രം സാർ അന്ന് പറഞ്ഞിരുന്നു നീ അദ്ദേഹത്തിന്റെ ഒരു ഡ്രൈവറുടെ മകനാണെന്ന്. അപ്പോ നീ നിന്റെ അച്ഛന്റെ ജോലി ഏറ്റെടുക്കാൻ വന്നതാണോ? കൊള്ളാം. പക്ഷെ അവരത് തരില്ല. നിന്നെപ്പോലൊരു പാവപ്പെട്ടവനെ അവർ ഡ്രൈവറായി പോലും വെക്കില്ല. അപ്പോഴാണ് തിളങ്ങുന്ന വില കൂടിയ ഒരു കറുത്ത കാർ അവിടെ വന്നു നിന്നത്. എല്ലാവരും ആ കാറിലേക്ക് തിരിഞ്ഞു നോക്കി. വിക്രം കാറിൽ നിന്നിറങ്ങി. കൂടെ മറ്റൊരാളും ഉണ്ടായിരുന്നു. അയാൾ ഉയരമുള്ളവനും കരുത്തനുമായിരുന്നു. അത് മറ്റാരും ആയിരുന്നില്ല, ബൽറാം ആയിരുന്നു. വളരെ പ്രശസ്തമായ ഒരു വസ്ത്ര കമ്പനിയുടെ ഉടമയും മാഫിയയുടെ ശക്തനായ ഒരു തൂണുമായിരുന്നു ബൽറാം. അയാളെ കണ്ടപ്പോൾ അഭിനവിന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. അവൻ ബൽറാമിനെ കുറിച്ച് കേട്ടിരുന്നു. ഞാൻ ബൽറാംജിയെ കാണണമെന്ന് നിങ്ങൾക്ക് ശരിക്കും തോന്നുന്നുണ്ടോ? അവൻ ചിത്രങ്ങളിൽ ബൽറാമിനെ കണ്ടിരുന്നു. എന്നാൽ ചിത്രങ്ങളിൽ കാണുന്നതും നേരിൽ കാണുന്നതും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ടായിരുന്നു. എന്തിനാണ് ബൽറാം തന്നെ കാണാൻ ആഗ്രഹിക്കുന്നതെന്ന ചോദ്യം അവന്റെ മനസ്സിലുയർന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? ക്ഷമിക്കണം സാർ, പക്ഷേ ഈ മനുഷ്യൻ എന്നെയും കസ്റ്റമേഴ്സിനെയും ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. ഞാൻ ഈ കള്ളനെ അകത്തേക്ക് കടക്കുന്നത് തടഞ്ഞപ്പോൾ അവൻ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കുകയാണ്. അവനെ കള്ളനെന്ന് വിളിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? അവനെ അകത്തേക്ക് കടക്കുന്നത് തടയാൻ നീ ആരാണ്? നിന്റെ അച്ഛനാണോ ഈ ഹോട്ടൽ തുറന്നു വെച്ചിരിക്കുന്നത്? അവൻ എന്റെ അതിഥിയാണ്. നാളെ മുതൽ നിന്നെ ഈ ഹോട്ടലിന്റെ പരിസരത്ത് കണ്ട നിന്റെ കാലുകൾ ഞാൻ തല്ലി ഓടിക്കും. ഇറങ്ങിപ്പോ. ക്ഷമിക്കണം സാർ. Cheers. Cheers. അപ്പോൾ ഇതാണോ ടൈഗർ? അതെ, ഇതാണ് നമ്മുടെ ടൈഗർ. നമ്മുടെ ടീമിലെ പ്രധാന അംഗങ്ങളെ അവൻ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവരെ കണ്ടതിന് ശേഷം നമ്മൾ പോകേണ്ട വഴിയിൽ അവൻ നമ്മളെ നയിക്കും.
ക്ഷമിക്കണം സുഹൃത്തെ, പക്ഷെ എനിക്കിത് കുറച്ച് തമാശയെ തോന്നുന്നു. നീയാണ് എല്ലാം സംസാരിക്കുന്നത്. അപ്പോ നമ്മുടെ ടൈഗർ ഒരു ഊമയാണോ? ആണോ? ബൽറാം, ടൈഗറിനെ കുറിച്ച് ഇത്ര അനാദരവോടെ സംസാരിക്കരുത്. ക്ഷമിക്കണം സുഹൃത്തെ, ക്ഷമിക്കണം. എന്റെ വാക്കുകൾ കേൾക്കാൻ നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണോ? നിങ്ങളുടെ കളിയാക്കൽ കഴിഞ്ഞോ? പക്ഷെ ആരുടെ മുന്നിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് ഒരിക്കലും മറക്കരുത്. ഞാനാണ് ടൈഗർ. ടൈഗർ വെറുതെ ഇരിക്കുകയോ അനാവശ്യമായി സംസാരിക്കുകയോ ചെയ്യില്ല. ടൈഗർ നേരിട്ട് ആക്രമിക്കും. അപ്പോൾ നീയാണ് ടൈഗർ. ശരി, എങ്കിൽ ടൈഗർ പറ, ഇത്രയും വർഷം നീ എവിടെയായിരുന്നു? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നീ പെട്ടെന്ന് വന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിന്നെ ടൈഗർ ആണെന്ന് അംഗീകരിക്കുമെന്നാണോ കരുതുന്നത്? ഒരു തമാശയല്ലല്ലോ, അല്ലേ വിക്രം? നീ പറയുന്ന ആ ബഹുമാനം ചോദിച്ചു വാങ്ങേണ്ടതല്ല, അത് നേടിയെടുക്കേണ്ടതാണ്. മനസ്സിലായോ? അതെനിക്കറിയാം. പിടിച്ചു പറിക്കുന്നത് എൻ്റെ രക്തത്തിലില്ല. ഇത്രയും വർഷം ഞാൻ എവിടെയായിരുന്നുവെന്നും എന്ത് ചെയ്യുകയായിരുന്നുവെന്നും വിശദീകരിക്കാൻ എനിക്കിപ്പോൾ സമയമില്ല. പിന്നെ ഞാൻ യഥാർത്ഥ ടൈഗർ ആണോ അല്ലയോ എന്ന കാര്യത്തിൽ ശരി, നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു തീയതി പറയും, ഞാനത് സ്വയം തെളിയിച്ചു കൊള്ളാം. കൊള്ളാം, കേട്ടല്ലോ. വിക്രം പുഞ്ചിരിച്ചുകൊണ്ട് അഭിനവിനെ നോക്കി. അവന്റെ കണ്ണുകളിൽ അഭിനവിനെ കുറിച്ചുള്ള അഭിമാനം നിറഞ്ഞിരുന്നു. വിക്രം വിചാരിച്ചതിലും ക്രൂരനായിരുന്നു അഭിനവ്. എന്നാൽ ബൽറാമിന്റെ നെറ്റിയിൽ സംശയത്തിന്റെ ചുളിവുകൾ മാഞ്ഞിരുന്നില്ല. അവൻ അത്ര പെട്ടെന്ന് അഭിനവിനെ ടൈഗറായി അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് അവന്റെ കണ്ണുകൾ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ബൽറാം എന്തിനെങ്കിലും പേര് കേട്ടിരുന്നെങ്കിൽ അത് അവന്റെ വാശിക്കായിരുന്നു. നാളെ ഒരു കുട്ടി വന്ന് തന്റെ തലയിൽ കയറിയിരുന്ന് ഭരിക്കുന്നത് സഹിക്കാൻ അവന് കഴിയില്ലായിരുന്നു. വിക്രമിന്റെ അഭിനന്ദനം മാത്രം പോരാ മോനെ, നീ ടൈഗർ ആണെന്ന് ഞാൻ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. നീ ടൈഗർ ആണെന്ന് തെളിയിക്കാൻ കഴിയുമെന്ന് പറഞ്ഞല്ലോ. എങ്കിൽ ശരി, ഞാൻ നിന്നെ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ ക്ഷണിക്കുന്നു. നീ എന്താണ് ഈ പറയുന്നത്? ശാന്തനാകൂ വിക്രം, ശാന്തനാകൂ. നമുക്ക് പോരാടാം. നീ ജയിച്ചാൽ നീ ടൈഗറാണെന്ന് ഞങ്ങൾ അംഗീകരിക്കും. പക്ഷെ നീ തോറ്റാൽ ഞങ്ങളെ ഇന്ന് കുറച്ച് പണം വാങ്ങി എവിടെയെങ്കിലും ദൂരെ പോയി ഒതുങ്ങി ജീവിക്കുക. ബൽറാം, നീ എന്താണ് ഈ പറയുന്നത്? ഇത് ശരിയല്ല. നമുക്ക് പോരാടാം. എപ്പോഴാണ്? ഇത് കേട്ട ബൽറാമിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. വിക്രം ഞെട്ടിപ്പോയി. നോ ടൈഗർ, ഹോൾ. നോക്ക്, നീ ആർക്കും ഒന്നും തെളിയിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ദാറ്റ്സ് ഇറ്റ്. വിക്രം, ഞാൻ എന്ത് ചെയ്താലും അതെന്റെ ഇഷ്ടപ്രകാരമാണ്. ഇന്ന് ബൽരാജ് എന്റെ മുഖത്ത് നോക്കി പറയുന്നതൊന്നും നാളെ എന്റെ പിന്നിൽ നിന്ന് ഒരുത്തനും പറയാൻ ധൈര്യപ്പെടരുത്. അഭിനവിന്റെ കണ്ണുകളിൽ സഞ്ജയന്റേത് പോലെയുള്ള തീക്ഷ്ണത കണ്ടപ്പോൾ വിക്രം ഒന്ന് ദീർഘമായി ശ്വാസമെടുത്ത് ആശ്വാസത്തോടെ അവനെ നോക്കി. ഏകദേശം 1 മണിക്കൂറിന് ശേഷം ബൽരാജും അഭിനവും വിക്രമും അവരുടെ പ്രൈവറ്റ് അരീനയിലെത്തി. ബൽരാജ് സ്ഥിരമായി പരിശീലിച്ചിരുന്നത് അവിടെയായിരുന്നു. ആ വലിയ വേദിയിൽ അവരല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. നല്ലവണ്ണം ആലോചിച്ചിട്ട് മതി. ഞാൻ ഇന്ന് വരെ റിങ്ങിൽ തോറ്റിട്ടില്ല. നിങ്ങൾ ഈ റിങ്ങിൽ ഇതുവരെ തോൽക്കാതിരുന്നത് ഇന്ന് വരെ സഞ്ജയന്റെ മകനായ ടൈഗറിനെ നേരിടേണ്ടി വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് ബൽരാജ്. സോ വിക്രം, താൻ ആരുടെ മേലെയാണ് ബെറ്റ് വെക്കുന്നത്? എന്റെയോ അതോ ഇവന്റെയോ? മണ്ടത്തരം പറയല്ലേ. ടൈഗർ ഇവിടെ ഉള്ളപ്പോൾ വേറെ ആരെ കുറിച്ചെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? നല്ലോണം ആലോചിച്ചോ. തോറ്റ ആളുകൾ കളിയാക്കി ചിരിക്കും. നിന്റെ ഈ തല പിന്നെ പുറത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലാകും. വാ, നമുക്ക് ഫൈറ്റ് തുടങ്ങാം. അഭിനവ് ബൽരാജിനെ അടിമുടി നോക്കി. അയാൾ അവനേക്കാൾ ശരീരമുള്ളവനായിരുന്നു. അയാളുടെ ആ വലിപ്പത്തെ തന്നെ ആക്രമിക്കാനാണ് അഭിനവ് ലക്ഷ്യമിട്ടത്. ഇരുവരും തമ്മിലുള്ള പോരാട്ടം തുടങ്ങി. പെട്ടെന്നായിരുന്നു ബൽരാജിന്റെ ആദ്യത്തെ പഞ്ച് അഭിനവിന്റെ മുഖത്ത് പതിച്ചത്.
ആ ഇടിയിൽ അവന്റെ തല കറങ്ങുന്നത് പോലെ അഭിക്ക് തോന്നി. ഒരു കാര്യം എപ്പോഴും ഓർമ്മ വേണം. നിന്റെ അവസാന ശ്വാസം വരെ നീ പോരാടണം. തോറ്റു കൊടുക്കരുത്. നീ ടൈഗറാണ്. ഇവനാണോ നമ്മുടെ ആള്? നിങ്ങൾ ആരെയാണ് ഈ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്? ഇവനാണോ നമ്മളെ ഭരിക്കാൻ പോകുന്നത്? ഏതെങ്കിലും ഒരു ദിവസം വന്ന് നമ്മുടെ തലയെ കയറിയിരുന്ന് ഞാനാണ് ടൈഗർ എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കണം? ഒരിക്കലുമില്ല. കമോൺ. ബൽരാജിന്റെ അടുത്ത പഞ്ച് അഭിനവിന്റെ മൂക്ക് തകർക്കാൻ പോന്നതായിരുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ അഭിനവ് സ്വബോധം വീണ്ടെടുത്ത് തല വെട്ടിച്ചു കളഞ്ഞു. ബൽരാജിന്റെ പഞ്ച് ലക്ഷ്യം തെറ്റി. അയാൾ തിരിഞ്ഞ് അഭിനവിനെ നോക്കി. ചെറുപ്പം മുതൽ അച്ഛൻ സഞ്ജയ് അവനെ പോരാടാൻ പഠിപ്പിച്ച കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു അവനപ്പോൾ. അവൻ ബൽരാജിന്റെ ഓരോ കിക്കും തടുത്തുകൊണ്ടിരുന്നു. ഇത്തവണ ബൽരാജിന് ശരിക്കും ദേഷ്യം വന്നു. അയാൾ വീണ്ടും അഭിനവിന്റെ നേർക്ക് പാഞ്ഞെടുത്തു. ഇപ്പോൾ അഭിനവ് കുനിഞ്ഞ് അയാളുടെ കാലിന് ഒരൊറ്റ ചവിട്ട് കൊടുത്തു. ബൽരാജ് ബാലൻസ് തെറ്റി റിങ്ങിൽ വീണു. എന്റെ ബൽരാജ്, തോൽവി സമ്മതിച്ചോ? വെറുതെ നിങ്ങളെ റെക്കോർഡ് നശിപ്പിക്കല്ലേ. ഞാൻ പുറത്ത് ആരോടും പറയില്ല നിങ്ങൾ ടൈഗറിനോട് തോറ്റ കാര്യം. ദേഷ്യം നിയന്ത്രിക്കാനാവാതെ ബൽരാജ് തുടരെ അഭിനവിനെ ഇടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അയാളുടെ പവർ പഞ്ചുകൾ അഭിനവ് ഈസിയായി തടുത്തുകൊണ്ടിരുന്നു. അവസാനം അവൻ അച്ഛൻ പഠിപ്പിച്ച പാഠങ്ങളെല്ലാം പുറത്തെടുത്തു. ബൽരാജിനെ അടിച്ച് നിലത്തിട്ട് അഭി ഒരു ഹീറോയെ പോലെ നിന്നു. അഭിനവ് ബൽരാജിനെ അവിടെ വിട്ട് റിങ്ങിന്റെ മൂലയിലേക്ക് പോയി നിശബ്ദനായി നിന്നു. ബൽരാജ് കഷ്ടപ്പെട്ട് തന്റെ ഭാരം കൂടിയ ശരീരം ഉയർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വിക്രം, എനിക്കറിയാം നീ ഇപ്പൊ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും അല്ലേ? ബൽരാജ് വേദനയോട് കൂടി എഴുന്നേറ്റു. പക്ഷേ അയാൾ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് അഭിനവിനോട് ചോദിച്ചു, എവിടുന്ന് നീ ഇതൊക്കെ പഠിച്ചത്? പാരമ്പര്യമായി കിട്ടിയതാ, എന്റെ അച്ഛന്റെ. ഇന്ന് നമ്മൾ ഒരുമിച്ച് കുടിക്കുന്നു. ഇന്നത്തെ പാർട്ടി എന്റെ വക. ബൽരാജ്, അങ്ങനെയല്ല പറയേണ്ടത്. ടൈഗർ ജി ഇന്ന് എൻ്റെ കൂടെ മദ്യപിക്കാനും പാർട്ടി നടത്താനും താല്പര്യമുണ്ടോ എന്ന് ചോദിക്കണം. മനസ്സിലായോ? ടൈഗർ ജി ഇന്ന് എന്റെ കൂടെ മദ്യപിക്കാനും പാർട്ടി നടത്താനും താല്പര്യമുണ്ടോ? ഓക്കെ. ഹലോ, ഇതെന്താ അഭിനവ്? നിങ്ങൾ കാർ എടുക്കുകയാണോ? നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ റോഷ്നി, നിങ്ങളുടെ ഭാര്യയുടെ കൂട്ടുകാരിയാണ്. വിക്രമിന്റെ പാർട്ടിയിൽ വെച്ച് അഭിനവ് റോഷ്നിയെ കണ്ടിരുന്നു. അന്ന് അഭിനവ് അവളോട് സംസാരിച്ചില്ലെങ്കിലും പാർട്ടിയിൽ വെച്ച് അവൾ തുടർച്ചയായി അഭിനവിനെ നോക്കുന്നുണ്ടായിരുന്നു. അഭിനവ് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒന്നും യഥാർത്ഥമല്ലെന്ന് അവൾക്ക് സംശയമുണ്ടായിരുന്നു. ഈ ചോദ്യം ഞാൻ നിങ്ങളോടാ ചോദിക്കണ്ടേ? നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ ഒരു കാർ വാങ്ങാൻ വരാൻ കഴിയും? നിങ്ങളൊരു ദരിദ്രനാണെന്നാണല്ലോ അനന്യ എന്നോട് പറഞ്ഞത്. അതെ, ഞാനൊരു പാവപ്പെട്ടവനാണ്. ഞാനിത് എന്റെ ബോസിന് വേണ്ടി വാങ്ങുകയായിരുന്നു. റോഷ്നി കുറച്ചുനേരം അവനെ നോക്കിയിട്ട് പറഞ്ഞു. നേരോ? നിങ്ങൾ കള്ളം പറയുമല്ലേ? ഞാൻ എന്തിനു നിങ്ങളോട് കള്ളം പറയണം? എനിക്കറിയില്ല. വേണ്ട, ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ അനന്യയെ ഇങ്ങോട്ട് വിളിക്കാം. ദൂരെ നിന്നെങ്കിലും അവൾ നിങ്ങളെ കാറിൽ കാണുമ്പോൾ സന്തോഷിക്കും. വേണ്ട വേണ്ട, അവളെ എന്തിനാണ് ഇവിടേക്ക് വിളിക്കുന്നത്? അവളെ എന്തിനും ബുദ്ധിമുട്ടിക്കണം? റോഷ്നി പറ, റോഷ്നിക്ക് ഞാൻ എന്തെങ്കിലും സഹായം ചെയ്തു തരണോ? നിങ്ങൾ എനിക്കൊരു ട്രീറ്റ് തരുമോ? എന്താ, നിങ്ങൾ എന്നെ ട്രീറ്റിന് കൊണ്ടുപോവില്ലേ? നോക്ക്, ഞാൻ നിങ്ങളുടെ ഭാര്യയുടെ കൂട്ടുകാരിയാണ്. നിങ്ങൾ എന്റെ ആവശ്യം തള്ളിക്കളയുമെന്ന് ഞാൻ കരുതുന്നില്ല. അഭിനവ് മറുപടി പറയുന്നതിന് മുൻപ് റോഷ്നി കാറിന്റെ വാതിൽ തുറന്ന് പാസഞ്ചർ സീറ്റിലിരുന്നു. അപ്പോഴേക്കും മാനേജർ രേഖകളുമായി വന്നു. അദ്ദേഹം രേഖകൾ അഭിനവിന് നൽകി. അഭിനവും ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. റോഷ്നി ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നാണ് വരുന്നതെന്ന് അവൻ അറിയാമായിരുന്നു. ഈ സാഹചര്യത്തിൽ അവൻ അവളെ വിക്രമിന്റെ ഹോട്ടലിലേക്കാണ് കൊണ്ടുപോയത്. വഴിയിലുടനീളം ചഹദ് അഭിനവിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവൾക്ക് തന്നിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് അഭിനവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വിക്രമിന്റെ ഹോട്ടലിന്റെ താഴെ അഭിനവിന്റെ കാർ പാർക്ക് ചെയ്തു. ബിസിനസ്സിൽ ഈ വിക്രം ആരെ അനുസരിക്കില്ല, മനസ്സിലായോ? ശരി, ഞാൻ നിങ്ങളെ പിന്നെ വിളിക്കാം ടൈഗർ. അഭിനവിന്റെ ഫോൺ റിങ് ചെയ്തു. അത് വിക്രമിന്റെ കോളാണെന്ന് അവൻ കണ്ടു. വിക്രം? ഹലോ ടൈഗർ, എന്തു പറ്റി? എന്റെ ഓഫീസിന് താഴെ നിങ്ങളുടെ കാർ വരുന്നത് ഞാൻ കണ്ടു. എല്ലാം ഓക്കെ അല്ലേ? യെസ് യെസ്, സത്യത്തിൽ ഞാൻ ഹോട്ടലിൽ ഒരാളുമായി ലഞ്ച് കഴിക്കാൻ വന്നതാണ്. അത് ഞാൻ കണ്ടു. നിങ്ങളൊരു കാര്യം ചെയ്യും, ആദ്യം എന്റെ ഓഫീസിലേക്ക് വരൂ. ഞാൻ എന്റെ VIP കാർഡ് തരാം. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്കും VIP പരിഗണന ലഭിക്കും.
എന്തു പറ്റി? നമുക്ക് പോവാം. റോഷ്നി ഇവിടെ നിൽക്കൂ, എനിക്കൊരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്, ഞാനത് തീർത്തിട്ട് വരാം. റോഷ്നി അവൻ പോകുന്നത് നോക്കി നിന്നു. അത് വിക്രമിന്റെ ഓഫീസാണെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. എന്നാൽ അഭിനവ് അവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്തിനാണ് വിക്രം അവനെ അങ്ങോട്ട് വിളിച്ചത്? റോഷ്നി അഭിനവിനെ സംശയിക്കാൻ തുടങ്ങി. വെൽക്കം ടൈഗർ, വെൽക്കം. ഓൾ ഗുഡ്? യെസ്, ഓൾ ഗുഡ്. ഇതാണ് VIP കാർഡ്. ഹാവ് ഫൺ. താങ്ക് യു. അവൻ താഴേക്ക് ഇറങ്ങി വന്നു. ഈ സമയം റോഷ്നി ഹോട്ടലിന്റെ പുറത്ത് നിൽക്കുകയായിരുന്നു. പോകാമോ? രണ്ടുപേരും ഹോട്ടലിന്റെ അകത്തേക്ക് കയറി. അതിനുശേഷം അവിടെ ഒരു ടേബിളിന്റെ അടുത്തിരുന്നു. അഭിനവാണെങ്കിൽ റോഷ്നിയെ നോക്കുന്നത് പോലുമില്ലായിരുന്നു. എന്നാൽ റോഷ്നി അഭിനവനെ നോക്കിക്കൊണ്ടിരുന്നു. എന്തു പറ്റി? എല്ലാം ഓക്കെ അല്ലേ? ഹാ, എല്ലാം ഓക്കെയാണ്. നീ ഈ ഓഫീസിലാണോ ജോലി ചെയ്യുന്നത്? നമുക്കെന്തെങ്കിലും ഓർഡർ ചെയ്താലോ? എനിക്ക് നല്ല വിശപ്പുണ്ട്. വെയിറ്റർ. അഭിനവ് റോഷ്നിയുടെ ചോദ്യം മനഃപൂർവ്വം ഒഴിവാക്കി. ഹലോ സർ, ഹൗ മേ ഹെൽപ്പ് യു? നീ എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, സത്യമായിട്ടില്ല. ഞാൻ എന്തിനാണ് വെറുതെ നിന്റെ അടുത്തുനിന്ന് എന്തെങ്കിലും ഒളിപ്പിക്കുന്നത്? 1 സെക്കൻഡ്. അഭിനവ് തനിക്കും റോഷ്നിക്കും വേണ്ടിയുള്ള ഓർഡർ കൊടുത്തു. 2 ജ്യൂസ് പ്ലീസ്. നീ എന്ത് ജോലിയാ ചെയ്യുന്നത്? ഞാനൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ചെറിയൊരു ജോലി ചെയ്യുന്നു. ഇത് വിക്രം സാറിന്റെ കമ്പനി അല്ലേ? ആ, അതെ. ഹലോ ഗോർജിയസ്, യു ആർ സോ ബ്യൂട്ടിഫുൾ. എങ്ങോട്ട് വരണ്ടെന്നാ വിചാരിച്ചത്, പക്ഷെ എന്റെ മനസ്സ് അനുവദിച്ചില്ല. ഞാൻ നിനക്കൊരു കിടിലൻ ട്രീറ്റ് ഓഫർ ചെയ്യട്ടെ? അവന്റെ മുഖത്ത് വഷളത്ത് നിറഞ്ഞ ഒരു നോട്ടമുണ്ടായിരുന്നു. റോഷ്നിക്ക് അവന്റെ ഉദ്ദേശം മനസ്സിലായി. റോഷ്നിക്ക് മാത്രമല്ല, അഭിനവിനും മനസ്സിലായി. നിനക്ക് കണ്ടൂടെ? ഓൾറെഡി ഷീസ് ഇൻ എ ഡേറ്റ് വിത്ത് മീ. ആണോ? ഞാൻ കരുതി നീ ഇവളുടെ കുഞ്ഞനുജനാണെന്ന്. നീ ഇവളുടെ കൂടെ ഡേറ്റിന് വന്നതാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് സ്നേഹത്തോടൊന്ന് പറയട്ടെ, ഇറങ്ങി പോടാ ഇവിടുന്ന്. അഭിനവ് കുറച്ചു നേരം മിണ്ടാതിരുന്നു. ഇവൻ എവിടെ വരെ പോകുമെന്ന് അവൻ അറിയണമായിരുന്നു. അപ്പോഴേക്കും റോഷ്നിയുടെ അടുത്തേക്ക് വന്ന് അവൻ പറഞ്ഞു, നിന്റെ സൗന്ദര്യം കണ്ടാലറിയാം നീ ഏതോ നല്ല കുടുംബത്തിൽ നിന്നുള്ളതാണെന്ന്. നീ ഇവനെ പോലെയുള്ളവന്മാരുടെ കൂടെ ഡേറ്റിന് വരാൻ പാടില്ലായിരുന്നു. സ്റ്റാൻഡേർഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? നിന്നോട് അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ? പോടാ ഇറങ്ങി. നീ എൻ്റെ കൂടെ വാ. ട്രസ്റ്റ് മീ, നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല. ഐ വുഡ് സേ യു ഡോണ്ട് ഡിസേർവ് സച്ച് എ ഡൗൺ മാർക്കറ്റ് ബോയ്സ്. ജനിച്ച ഉടനെ ഉപേക്ഷിച്ച ലവലാതി. അഭിനവിന് ഇത് കേട്ടപ്പോൾ സഹിക്കാനായില്ല. അവൻ എല്ലാ അതിരുകളും ലംഘിച്ചിരുന്നു. എന്താ നീ പറഞ്ഞത്? എന്തൊക്കെ പറഞ്ഞതിന് അവൻ ശരിക്കും വാങ്ങിച്ചു. അഭിനവ് മറ്റെന്തും സഹിക്കും, പക്ഷേ അച്ഛനെ കുറിച്ച് മോശമായ ഒരു വാക്ക് പോലും സഹിക്കില്ല. നീ എന്താ പറഞ്ഞത്? ജനിപ്പിച്ച ഉടൻ അച്ഛൻ ഉപേക്ഷിച്ചവനല്ലേ? നിന്റെ അച്ഛൻ എന്താണ് നിന്നെ പഠിപ്പിച്ചത്? എടാ നീ. അവൻ അഭിനവിനെ എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ടായിരുന്നുവെങ്കിലും അവന്റെ വായിൽ നിന്നും ഒരക്ഷരം പുറത്തു വന്നില്ല. അവന്റെ മുഖത്ത് പേടി നിറഞ്ഞിരുന്നു. എന്താ ഇവിടെ നടക്കുന്നേ? ഇതൊരു റെപ്യൂട്ടഡ് ഹോട്ടലാണ്, മീൻചന്തയല്ല. മാനേജർ, ഇങ്ങനെയുള്ളവന്മാരൊക്കെയാണോ ഈ ഹോട്ടലിൽ കയറി ഇറങ്ങുന്നത്? അവനെ കുറിച്ച് അധികം അടിച്ചതായിട്ട് അഭിനവിനും തോന്നി. കണ്ടില്ല എന്നെ അടിച്ചത്? മൂക്കും മുഖവും എല്ലാം ഇടിച്ചില്ലാതാക്കി. മാനേജർ ആദ്യം അവനെ നോക്കി, അത് കഴിഞ്ഞ് അഭിനവിനെ നോക്കി. അഭിനവ് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് മാനേജർ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ VIP കസ്റ്റമറിനെ ഉപദ്രവിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇവൻ ഞങ്ങളെയാണ് ശല്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇവന്റെ അടുത്ത് എത്ര തവണ വേണ്ട എന്ന് പറഞ്ഞു എന്നറിയാമോ? എന്നിട്ട് അവൻ പിന്മാറിയില്ല. അപ്പൊ പിന്നെ ഇതിന്റെ കൂടെ എന്റെ അച്ഛനെ പറ്റി മോശമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ കേട്ടത് ശരിയാണോ? കള്ളം, പച്ച കള്ളം. അല്ല, ഈ നിസാര കാര്യത്തിനാണോ നിങ്ങൾ ഇദ്ദേഹത്തെ ഉപദ്രവിച്ചത്? എന്തൊക്കെയാണെങ്കിലും ശരി, നിങ്ങൾ ഇദ്ദേഹത്തോട് മാപ്പ് പറയണം. മാപ്പ് പറയണോ? ഞാൻ ഇവനോടോ? ഇവൻ എന്നോടും എന്റെ ഫ്രണ്ടിനോടും മാപ്പ് ഇങ്ങോട്ട് പറയണം. പറയടാ മാപ്പ്. എടാ നാറി, വാ അടച്ച് മാപ്പ് പറയടാ. നിനക്കറിയില്ല ഞാൻ ആരാണെന്ന്. എന്നോട് മാപ്പ് ചോദിക്കാതെ നിനക്ക് ഇവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല. പ്രശ്നങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ റോഷ്നി ഇടയിൽ കയറി മാനേജറിനോട് സംസാരിച്ചു. പ്രശ്നം അഭിനവന്റെ അടുത്തല്ല, ദാ ഇവന്റെ അടുത്താ. ഇവനാണ് എന്നെ ശല്യം ചെയ്യാൻ വന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ലഞ്ച് കഴിക്കാൻ വന്നതാണ്. അതിപ്പോ എന്തായാലും ശരി, ഇദ്ദേഹം മാപ്പ് ചോദിച്ചേ പറ്റൂ. മാനേജർ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അഭിനവിന് മനസ്സിലായി. അയാൾ അഭിനവിനെ അവന്റെ വസ്ത്രം കണ്ട് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞിരുന്നു. തന്റെ മുന്നിൽ മറ്റു വഴികളില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അഭിനവ് പോക്കറ്റിൽ നിന്നും വിക്രമിന്റെ കാർഡ് പുറത്തെടുത്തു. അത് മാനേജർക്ക് നീട്ടി. തനിക്കറിയാമോ ഈ കാർഡ് എനിക്ക് ആരാണ് തന്നതെന്ന്? ഇതിൽ എഴുതിയത് വായിച്ചതിന് ശേഷം താനൊരു തീരുമാനം എടുത്തോളൂ. മാനേജർ അഭിനവിന്റെ കാർഡ് വാങ്ങിച്ചതിന് ശേഷം അത് സൂക്ഷിച്ചു നോക്കി. കാർഡിൽ എഴുതിയിരിക്കുന്ന പേര് കണ്ടതും അയാളുടെ കണ്ണുകൾ തള്ളിപ്പോയി. അഭിനവിന്റെ കയ്യിൽ വിക്രമിന്റെ കാർഡ് ഉണ്ടെങ്കിൽ അതിനർത്ഥം വിക്രമും അഭിനവും പരിചയക്കാരാണെന്നാണ്. പെൺകുട്ടികളോട് സംസാരിക്കുന്നതിന് മുമ്പ് വീട്ടിൽ പോയി അമ്മയോട് ചോദിച്ചു പഠിക്കേ എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടതെന്ന്. വാ പോകാം. അഭിനവ് റോഷ്നിയെയും തന്റെ കൂടെ കൂട്ടി അവിടെ നിന്നും പുറത്തേക്ക് പോയി. രണ്ടുപേരും കാറിൽ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ പരസ്പരം ഒന്നും സംസാരിച്ചില്ല. ഇതെല്ലാം സംഭവിച്ചത് കണ്ടിട്ട് റോഷ്നി മനസ്സിൽ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് അവൻ അറിയണമായിരുന്നു. എന്നാൽ കൂടുതൽ എന്തെങ്കിലും ചോദിച്ച് അവൾക്ക് സംശയമുണ്ടാക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. നീ ഓക്കെ അല്ലേ? സോറി,
നിന്റെ മൂഡും ഇന്നത്തെ ലഞ്ചും നശിപ്പിച്ചതിന്. നീ ഓക്കെ ആണെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ആഹാരം കഴിക്കാം. ഓക്കെ, ഞാൻ ഇന്ന് മുഴുവൻ ഫ്രീയാ. അവൾ പറഞ്ഞത് കേട്ട അഭിനവ് കാർ മറ്റൊരു ഹോട്ടലിന്റെ മുന്നിലേക്ക് തിരിച്ചു. ആ ഹോട്ടലിന്റെ മുന്നിൽ കാർ നിർത്തി അവർ പുറത്തേക്ക് ഇറങ്ങി. ഹോട്ടലിന്റെ പേര് വായിച്ചതിന് ശേഷം റോഷ്നിയെയും കൊണ്ട് അവൻ അകത്തേക്ക് കയറി. ഈ ഹോട്ടൽ ഡേവിഡ് തരകന്റേതാണെന്ന് അഭിനവിന് മനസ്സിലായി. ഹോട്ടലിനൊപ്പം ഡേവിഡ് വലിയൊരു മാഫിയ ബിസിനസ്സും നടത്തുന്നുണ്ട്. മാഫിയ ലോകത്ത് ടൈഗറിന്റെ പേര് എത്രത്തോളം വലുതാണോ അതുപോലെ വലുതാണ് ഡേവിഡ് തരകന്റെ പേര്. എത്ര ബിസിനസ്സും ആളുകളുമാണോ ടൈഗറിനടുത്തുള്ളത് അത്രയും തന്നെ ഡേവിഡ് തരകന്റെ കയ്യിലുമുണ്ട്. ഇരു സംഘങ്ങൾക്കുമിടയിൽ പല ഭിന്നതകളുമുണ്ട്. ഇന്ന് ഡേവിഡിനെ കാണേണ്ടി വരുമോ എന്ന സംശയം അഭിനവിന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോ എന്റെ അടുത്ത് നീ നിന്നെ കുറിച്ചൊന്നും പറയില്ലെന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞല്ലേ? എന്തിനെ കുറിച്ചാണ്? അഭിനവിന് മനസ്സിലായി റോഷ്നിയുടെ ഉള്ളിൽ ഈ സംശയങ്ങൾ കറങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന്. എന്തുവാടോ ഒളിപ്പിച്ചു വെക്കാൻ ഇതിന് മാത്രം എന്ത് രഹസ്യം ഉള്ളത്? അല്ല, നിനക്ക് എന്താ അറിയേണ്ടത്? നീയുമായിട്ട് സംസാരിക്കുമ്പോ നിന്നെ കുറിച്ചല്ലേ എനിക്ക് അറിയണ്ടേ? അല്ല, അതിന് നിന്റെ അടുത്ത് പറയാൻ മാത്രം എന്റെ കയ്യിൽ ഒന്നുമില്ല. ഇതും പറഞ്ഞ് റോഷ്നിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. ഡേവിഡ് സാർ, ഇനി ഈ സിറ്റിയിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ അറിയപ്പെടാൻ പോവുകയാണ്. അതെ, മാർക്കറ്റിൽ നിന്നും ടൈഗർ അപ്രത്യക്ഷമായതോടെ അവന്റെ പേരും ഇല്ലാതായി. തൊട്ടടുത്ത് നിൽക്കുന്നവർ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അഭിനവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ ടൈഗറിനെ കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മാത്രം അവന് മനസ്സിലായില്ല. അഭിനവേ, പറയടോ, എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ എന്തിനാ വെറുതെ ഒളിപ്പിക്കുന്നത്? ടൈഗർ അപ്രത്യക്ഷനായിട്ടില്ല. ടൈഗർ ജീവനോടെയുണ്ട്. അവൻ വൈകാതെ തന്നെ തിരിച്ചു വരും. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ജോണി, അധികം കുടിക്കരുതെന്ന്. നിന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓരോ മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഇവന്മാരുടെ ധൈര്യം കണ്ടില്ലേ? ഡേവിഡ് തരകന്റെ ഹോട്ടലിൽ ഇരുന്ന് ടൈഗറിനെ കുറിച്ച് പറയുന്നു. ഒന്നെങ്കിൽ ഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന് മാത്രം ധൈര്യം കാണും. മണ്ടത്തരം പോലും. മണ്ടത്തരം നീയാണ് പറയുന്നത്. ടൈഗറിനെ ഡേവിഡ് തരകനുമായിട്ട് കമ്പയർ ചെയ്യുന്നു. വിസ്കിയും നാടൻ ചാരയുമായി എന്ത് താരതമ്യം? ഞാൻ പറയുകയാണ്, ടൈഗർ ജീവനോടെയുണ്ട്. ഹി വിൽ റിട്ടേൺ സൂൺ. ജോണി പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ അഭിനവ് ശരിക്കും ഞെട്ടി. ജോണി മദ്യത്തിന്റെ പുറത്ത് പറയുന്നതാണോ അതോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണോ എന്ന് അവൻ അറിയണമായിരുന്നു. അഭിനവ്, നീ ഇപ്പൊ എന്താ പറഞ്ഞേ? നീ എന്റെ കൂട്ടുകാരിയോട് കള്ളം പറയുകയാണോ? ഏത് കൂട്ടുകാരി? അനന്യ. അനന്യ? ഇല്ല, ഞാൻ എന്തിനാണ് അവളോട് കള്ളം പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. പിന്നെ റോഷിനി, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ തന്നെ പോകണം. നിനക്കറിയാലോ, ഞാൻ അനന്യയുടെ ഭർത്താവാണ്. വീട്ടിലെത്താൻ ഒരല്പം വൈകിയാൽ അവൾ എന്നെ കൊല്ലും. അവൾക്ക് സംശയം തുടങ്ങും. സംശയമോ? നിന്നെ കുറിച്ചോ? അവൾക്ക് നിന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല. നിന്നെ കുറിച്ച് അവൾ ചിന്തിക്കുന്ന പോലുമില്ല. പിന്നെന്തിനാ അവൾക്ക് നിന്നെ സംശയം? അതെ, എനിക്കറിയാം. എങ്കിലും എനിക്കിപ്പോ പോയേ പറ്റൂ. ഞാൻ നിന്നെ വീട്ടിൽ വിടണോ? നമ്മൾ ഇനി എപ്പോഴാ കാണുക? ഇതിന് മറുപടി പറയാതെ റോഷ്നിക്കൊപ്പം അഭിനവ് ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോഴാണ് കുറെ പേർ ചേർന്ന് ഒരു പയ്യനെ തല്ലിച്ചതയ്ക്കുന്നത് അഭി കണ്ടത്. എന്തിനാ നിങ്ങൾ ആ പാവത്തിനെ തല്ലുന്നത്? നിനക്കറിഞ്ഞിട്ട് എന്ത് കാര്യം? കാര്യമുണ്ടല്ലോ. ഇവിടുന്ന് 2 കാലിൽ വീട്ടിലേക്ക് പോകണമെങ്കിൽ മിണ്ടാതെ സ്ഥലം വിട്ടു. തടി കേടാക്കാൻ നിൽക്കണ്ട. ചേടാ, ഈ ലൈൻ ഞാൻ നിന്നോട് പറയാൻ വരികയായിരുന്നു. എന്റെ ഡയലോഗ് മോഷ്ടിച്ചതിന് നിനക്ക് കുറച്ചുകൂടി തല്ല് കിട്ടും. ഹീറോ കളിക്കാൻ നിൽക്കല്ലേ. കൊച്ചിയിൽ ഇപ്പൊ ഹീറോയിസിന് മാർക്കറ്റില്ല. മിണ്ടാതെ വിട്ടോ, അല്ലേ ഞങ്ങൾക്ക് ഒന്നിന് പോലെ 2 കുഴി എടുക്കേണ്ടി വരും. അഭിനവ് ഇതിന് ഒരു മറുപടി നൽകിയില്ല. അവൻ ആ ആളുകളെ നോക്കി എണ്ണം തിട്ടപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ ആ പയ്യൻ പിറകോട്ട് മാറി. അവസാനം അഭിനവ് പറഞ്ഞു, എങ്കിൽ നിങ്ങൾ മോർച്ചറിയിലേക്ക് വിളിച്ചു പറയണം. 1, 2, 3, 4 മൊത്തം 4 ചേംബർ മാറ്റി വെക്കാൻ. 2 പേര് ആ 4 ബോഡിയും കൊണ്ട് ഉടനെ വരുന്നുണ്ട് എന്ന്. അടിക്കടായി പട്ടിയെ. ആ ഗുണ്ടകൾ അഭിയെ തല്ലാനായി അടുത്തു. അഭിനവും അവരെ നേരിടാൻ പൂർണ്ണമായി തയ്യാറായിരുന്നു. നിമിഷങ്ങൾക്കകം അഭിനവ് അവിടുത്തെ അന്തരീക്ഷവും സമയവും മാറ്റിമറിച്ചു. അവന്റെ അടികൊണ്ട് ഒന്നിനു പുറകെ ഒന്നായി 4 ഗുണ്ടകളും നിലം പൊത്തി. രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലെന്ന് കരുതി
മരണത്തെ കൺമുന്നിൽ കണ്ടു നിന്നിരുന്ന ജോണി എന്ന് പേരുള്ള ആ പയ്യൻ അഭിനവിന്റെ ഈ രൂപം കണ്ട് ഞെട്ടിപ്പോയിരുന്നു. അവനെ സംബന്ധിച്ച് അഭിനവ് ദൈവത്തിന് തുല്യനായിരുന്നു. അപ്പോൾ അവനെ രക്ഷിച്ച് അവിടെ നിന്നും കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ ജോണി ചോദിച്ചു, ചേട്ടാ, നിങ്ങൾ ആരാ? എന്തിനാണ് നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചത്? അഭിനവ് അവന് മറുപടി നൽകിയില്ല. അവൻ ആ പയ്യന്റെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി. അഭിനവിൽ നിന്നും ഉത്തരം അറിയാൻ അവൻ അക്ഷമനായിരുന്നു. ഞാൻ ആരാണെന്ന് നിന്നോട് പറയാം, പക്ഷെ ആ രഹസ്യം ആരോടും പറയില്ലെന്ന് നീ എനിക്ക് വാക്ക് തരണം. തന്റെ ജീവൻ രക്ഷിച്ച അഭിനവിന് വേണ്ടി അത്രയുമെങ്കിലും ചെയ്യണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. ഞാൻ ടൈഗറാണ്. അത് കേട്ടതും ജോണി ഞെട്ടലോടെ 2 ചുവട് പിറകോട്ട് വെച്ചു. അവന്റെ കണ്ണുകൾ വിടർന്നു. അവൻ കണ്ണിമ ചിമ്മാതെ അഭിനവിനെ നോക്കി. താൻ കാണുന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് അവന് മനസ്സിലായില്ല. ജോണി കണ്ണിമ വെട്ടാതെ അഭിനവ് പോകുന്നത് നോക്കി നിന്നു. ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.